ഇറാൻ വ്യോമ അതിർത്തിയിൽ വെച്ചാണ് അമേരിക്കയുടെ F-15 യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടത്. ഇതാദ്യമായിട്ടായിരുന്നു ഈ സംഘർഷത്തിനിടെ ഒരു അമേരിക്കൻ വിമാനം ഇറാൻ വെടിവെച്ചിട്ടത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കിയ ഒരു സാഹചര്യമായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 2 പേരെയും പിന്നീട് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരമായ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തു. ഇറാനിൽ തകർന്നു വീണ അമേരിക്കൻ F-15 യുദ്ധവിമാനത്തിലെ പൈലറ്റിന്റെ വെളിപ്പെടുത്തൽ US രഹസ്യാന്വേഷണ വിഭാഗത്തെയും സൈനിക വൃത്തങ്ങളെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. തകർക്കപ്പെട്ട വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ സ്പെഷ്യൽ ഫോഴ്സ് തന്നെ രക്ഷപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പായി ആകാശത്ത് കണ്ട അസാധാരണമായ ദൃശ്യങ്ങളെക്കുറിച്ചാണ് പൈലറ്റ് വിവരിച്ചത്. ആകാശത്ത് ഒന്നിലധികം ഇറാനിയൻ ഡ്രോണുകൾ ചേർന്ന് ഒരു ജെല്ലി ഫിഷിന്റെ ആകൃതിയിൽ പറക്കുന്നത് കണ്ടുവെന്നാണ് പൈലറ്റ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. വലിപ്പമുള്ള ഡ്രോണിന് താഴെ ചെറിയ ഡ്രോണുകൾ ജെല്ലി ഫിഷിന്റെ കാലുകൾ പോലെ വിന്യസിക്കപ്പെട്ട് ഒരൊറ്റ യൂണിറ്റായി അവ നീങ്ങുന്നുണ്ടായിരുന്നുവെന്ന് പൈലറ്റ് വ്യക്തമാക്കുന്നു. ഇതിനെ ഏലിയൻ അപ്രോച്ച് എന്നാണ് പൈലറ്റ് വിശേഷിപ്പിച്ചത്. ഡ്രോണുകൾ ഒരു മൈൻഫീൽഡ് പോലെയാണ് ആകാശത്ത് വിന്യസിച്ചിരുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഉദ്യോഗസ്ഥരെ വീണ്ടും പ്രവേശിപ്പിക്കാൻ ഇറാൻ സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. സ്വിറ്റ്സർലൻഡിലെ ബർഗൻസ്റ്റോക്കിൽ നടന്ന അമേരിക്ക-ഇറാൻ സമാധാന ചർച്ചകൾക്ക് ശേഷമായിരുന്നു വാൻസിന്റെ ഈ പ്രസ്താവന. ഇത് അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്നും ഇറാനിലെ ആണവായുധ പദ്ധതികൾ ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള ആദ്യപടിയാണെന്നും വാൻസ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ വാൻസിന്റെ ഈ അവകാശവാദം തള്ളി ഇറാൻ രംഗത്ത് വരികയും ചെയ്തു. വാൻസിന്റെ അവകാശവാദങ്ങൾ നിഷേധിച്ച ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി തങ്ങൾ ആണവ വിഷയത്തിൽ പുതിയ കരാറുകളിലൊന്നും തന്നെ ഏർപ്പെട്ടിട്ടില്ലെന്നും ഇത്തരം ചർച്ചകൾ നടന്നിട്ടില്ലെന്നും വ്യക്തമാക്കി. അതേസമയം സമാധാന ചർച്ചകളുടെ ഭാഗമായി ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ അമേരിക്ക താൽക്കാലിക ഇളവ് വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇറാനിയൻ ക്രൂഡ് ഓയിൽ, പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുന്നതിനും ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുന്നതിനും ഓഗസ്റ്റ് 21 വരെ അമേരിക്ക അനുമതി നൽകി. അതേസമയം കരാർ ലംഘിക്കുകയോ തെറ്റായ രീതിയിൽ പെരുമാറുകയോ ചെയ്താൽ ഇറാൻ കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചർച്ചകൾ നടന്നുവെങ്കിലും കരാറിന്റെ ഭാഗമല്ലാത്ത ഇസ്രായേൽ ലബനാനിലെ സൈനിക നടപടികളിൽ തുടരുമെന്ന നിലപാടിലാണ്. 60 ദിവസത്തിനുള്ളിൽ അന്തിമ സമാധാന കരാറിലെത്താനാണ് ഖത്തറും പാകിസ്ഥാനും മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചകളിൽ ലക്ഷ്യമിടുന്നത്. ഇറാൻ പ്രതിനിധി സംഘം തെഹ്റാനിലേക്ക് മടങ്ങിയെങ്കിലും സാങ്കേതിക തല ചർച്ചകൾ വരും ദിവസങ്ങളിലും സ്വിറ്റ്സർലൻഡിൽ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ.